വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഇന്നെന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഫ്രൂട്ട് സലാഡാണ്, കസ്റ്റാർഡ് വെച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. കസ്റ്റാർഡ് എടുക്കുമ്പോൾ നമുക്ക് ഏത് ഫ്ലേവറിലുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മിക്സ്ഡാണ്, വാനിലയും അതുപോലെ പൈനാപ്പിളും കൂടിയിട്ടാണ് എടുക്കുന്നത്. ഉപ്പി അനിയനൊക്കെ കല്യാണത്തിന് പോയിക്കണം കേട്ടോ. അപ്പോൾ വരുമ്പോഴത്തേക്കുള്ള ഒരു പരിപാടിയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വാനിലയുടെയാണ്, അതുകൊണ്ടാണ് ഈ കളറ്. ഇത് ഇനിയിപ്പോൾ ഇടുന്നത് പൈനാപ്പിളിൻ്റെയാണ്, അത് ഒരു വെള്ള കളറാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് പാലൊഴിക്കാം, എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഇതിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലൊഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാൽ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതേ പാലിങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ആ പഞ്ചസാര ഒക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലോട്ട് കസ്റ്റാർഡ് ഒഴിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇളക്കിയെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തട്ടാവും. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നട്ട്സ് ആയിട്ട് ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഡേറ്റ്സ്, കാഷ്യൂനട്ട്, അതേപോലെ ബദാം, നമ്മളടുത്തുള്ള നട്ട്സ് എടുക്കാം. ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രേപ്സ്, അതേപോലെ അനാറ്, ആപ്പിള്, പഴം, ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പേരയ്ക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ചോറ്, നല്ല മാങ്ങ അച്ചാറ്, പിന്നെ ഇത് ഉണ്ണിത്തണ്ടും പൂളിയും കൂടിയിട്ടുള്ളതാണ്. ഇത് മമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ മീൻ പൊരിച്ചതുണ്ട്. ഇനി നമുക്ക് കറിയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളിയുടെ അച്ചാറുണ്ട്, നട്ടുമീൻ കറി. അത് അമ്മ ചോറ് നിന്ന് നോക്കിമ്മ ഹായ് പറയും. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. ഉമ്മക്ക് വെളുത്തുള്ളി അച്ചാർ കിട്ടും. എനിക്കുള്ളത് മാങ്ങച്ചാർ. ഇത് മധുരമുള്ള മാങ്ങച്ചാറാണ്, അത് പഴുത്ത മാങ്ങയിട്ട് അച്ചാറിന് വെക്കിയതാണ്. പിന്നെ ഇത്രേ ഉള്ളൂ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഉപ്പിക്കൊന്നും എടുത്തിട്ടില്ല. മഴയൊക്കെ പെയ്യുന്നുണ്ടോ? ഫസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളിതൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മൂന്നും ഉള്ളതൊന്നും അറിയുന്നില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല റിവ്യൂ തരിക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ എല്ലാവരും എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ അതിലേക്ക് ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.